ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ എങ്ങനെയാണ് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ശേഷമുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം. 7 മണിക്കാട്ടോ ഞാൻ എണീറ്റിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒന്ന് മടിയുള്ള ദിവസമാണല്ലോ. എനിക്ക് മടിയുള്ള ദിവസമാണേ. അപ്പം ഞാൻ എണീറ്റത് 7 മണിക്കാണ്. 7 മണിക്കും തന്നെ അമ്മ വിളിച്ച് കുറേ നിലവിളിച്ചതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഫിയാണേ. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തുണി വാഷ് ചെയ്തിട്ട് ഉണങ്ങാനിടുക എന്ന് പറയുന്നത്. ഇന്നലെ അതുപോലെ മടി പിടിച്ച് വൈകുന്നേരത്തോടെയാണ് കുറച്ച് തുണികളൊന്ന് വാഷ് ചെയ്തിട്ടത്. 5 മണിക്ക് ശേഷം വെയിലില്ലാത്തത് കൊണ്ട് തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം ഇന്നത്തെ വെയിൽ ഞാനതിനെ ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി വന്നിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡും കൂടെ കഴിച്ചതിന് ശേഷം 11 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പോൾ എൻ്റെ അടുത്ത ചായക്കുള്ള സമയമാണ്. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് ദിവസമായിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അൺബോക്സിങ് ചെയ്യുന്നതും കൂടി ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. ശേഷം നല്ലൊരു ഉറങ്ങി എണീറ്റിട്ട് ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും വീണ്ടും എണീറ്റു. ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തു. ശേഷം വീണ്ടും എൻ്റെ ചായയുടെ സമയമായിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ചായ കുടിക്കാൻ പോവുകയാണ്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റും മിച്ചറും ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഞായറാഴ്ച ഞാൻ ഉറങ്ങി തീർത്തു എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഉറക്കം മാത്രമേ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.